ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഒരു കാലത്ത് ജാതി സമവാക്യങ്ങളെ മാത്രം ആശ്രയിച്ച് വോട്ട് രേഖപ്പെടുത്തപ്പെട്ടിരുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ഇപ്പോൾ അതൊക്കെ എവിടെ പോയെന്ന ചോദ്യം. മുസ്ലിം മെജോറിറ്റി ഏരിയകളിൽ പോലും BJPയും NDAയും ജയിച്ചു കയറുന്നു. യാദവ മേഖലകളിൽ BJP NDA സഖ്യം ജയിക്കുന്നു. കുടുംബ സീറ്റെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടത്ത് തേജസ്വി യാദവ് പിന്നിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വളരെ പിന്നിൽ പോകുന്നു. ഇതാണ് അവസ്ഥ. അതിനർത്ഥം എന്താണ്? ബീഹാർ എന്ന സംസ്ഥാനം രാഷ്ട്രീയമായ പ്രബുദ്ധതയിലേക്ക് വികസനത്തിൻ്റെ പാതയിലൂടെ വന്നു എന്നോ? ശ്രീകൃഷ്ണരാജ്, പരമ്പരാഗതമായ ജാതി രാഷ്ട്രീയം ബീഹാറിൽ തുടരുമ്പോഴും ജാതിക്ക് അതീതമായി ചിന്തിക്കുന്ന വികസന രാഷ്ട്രീയത്തിൻ്റെ, ക്ഷേമ രാഷ്ട്രീയത്തിൻ്റെ അലയൊലികൾ തീർച്ചയായും വോട്ടിൻ്റെ രൂപത്തിൽ ബീഹാറിലെത്തുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സൽഭരണത്തിനുള്ള ഒരു മാൻഡേറ്റ്. ഇപ്പം നിതീഷ് കുമാറിനെ കുറിച്ച് പറയുന്നത് സുശാസൻ ബാബു എന്നാണ്. ഒരു കാടൻ ഭരണം അല്ലെങ്കിൽ ജംഗിൾ രാജ്, ഗുണ്ട രാജ് എന്നൊക്കെ പറയുന്ന ലാലു റാബ്രി യുഗത്തിന് ശേഷം 20 വർഷം പിന്നിട്ടിരിക്കുന്നു. അപ്പോഴും ആ ഒരു ഓർമ്മകൾ വീണ്ടും മനുഷ്യൻ്റെ മനസ്സിലെ മഥിക്കുകയാണ്. അതുകൊണ്ട് ജാതി സമവാക്യങ്ങൾ, മുസ്ലിം യാദവ് കോമ്പിനേഷൻ എന്ന ജാതി സമവാക്യത്തിന് ഉപരിയായ വികസന റെറ്ററിക്, ഒരുപക്ഷേ തേജസ്വി യാദവ് എന്ന യുവ നേതാവ് ജോലികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും എല്ലാ ഭവനത്തിലും ഒരു സർക്കാർ ഉദ്യോഗം എന്ന ഒരു സ്വപ്നം വിതച്ചിട്ടു. പക്ഷേ ഇത് കേവലം പ്രോമിസുകളായി മാത്രമേ ജനം കരുതിയുള്ളൂ. അതേസമയം ഗവൺമെൻറ് ഓഫ് ബീഹാർ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ, സുശാസൻ ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഡെലിവർ ചെയ്തതാണ് 10,000 രൂപ ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിലേക്ക് വന്ന് വീഴുമ്പോൾ അതൊരു ട്രാക്ക് റെക്കോർഡായി മാറുകയാണ്. കഴിഞ്ഞ തവണ സൈക്കിളുകൾ എല്ലാ വിദ്യാർത്ഥികൾക്കും, വനിതാ സ്ത്രീ വിദ്യാർത്ഥികൾക്കും പെൺകുട്ടികൾക്കും ലഭിക്കുമ്പോൾ അത് അവരുടെ പെർമനൻ്റ് അക്കൗണ്ടിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, പാട്ടലിപുത്രത്തിൻ്റെ കിരീടം വെക്കാത്ത രാജാവായി ഇപ്പോൾ ഇതാ രാജധാനിയിലേക്ക് നിതീഷ് കുമാർ 10ാം തവണയും മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുന്നു. അതിനുള്ള പ്രധാന കാരണം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്. ഒന്നാമത്തെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് NDA കടക്കാനായി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാസ്റ്റ് ബാലൻസ് തന്നെയാണ് സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. പരമ്പരാഗതമാരുടെ ഒരുമിച്ച് നിന്ന വിഭാഗങ്ങൾ, BJP കൊണ്ടുവരുന്ന മുന്നാക്ക വോട്ട്, അത് ഭൂമിഹാർ വോട്ടുണ്ട്, രാജപുത്ര വോട്ടുണ്ട്, അതുപോലെ ഠാക്കൂർമാരുടെ വോട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇൻടാക്റ്റായി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ യാദവ് ഇതര പിന്നാക്ക വിഭാഗങ്ങൾ, അവരുടെ ഏതാണ്ട് മഹാഭൂരിപക്ഷവും നിതീഷ് കുമാറിനെ എക്കാലത്ത് പിന്തുണച്ചിരുന്നു. ആ പിന്തുണയിൽ ഇടിവ് തട്ടിയതായി കാണുന്നില്ല. എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസസ്, അതാണ് ഈ EBC, അവരുടെ പിന്തുണ അത് ഇന്ത്യ മുന്നണിക്കല്ല ലഭിച്ചത് എന്നോർക്കണം. അവരാണ് വലിയ നമ്പർ ഉള്ളത്. അതോടൊപ്പം തന്നെ ദളിതുകൾ, മഹാദളിതുകൾ, ഇവരെല്ലാം തന്നെ അണിനിരന്നപ്പോൾ കുശ്വാഹയുടെ പാർട്ടി പോലും, ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടി പോലും. അതുകൊണ്ട് സോഷ്യൽ എൻജിനീയറിംഗ് എന്ന ആ ഒരു ഗണത്തിൽ ഇന്ത്യ മുന്നണിയേക്കാൾ ബഹുദൂരം മുന്നോട്ട് പോയി. അതോടൊപ്പം വികസന റെറ്ററിക്കും കൂടെ ചേർന്നപ്പോൾ വിജയ ഫോർമുല ഒത്തുവന്നു. അതുപോലെ സമാധാനപരമായ, താരതമ്യേന സ്വച്ഛന്തമായ ഒരു ജീവിതം ബീഹാറിൽ സാധ്യമായിരിക്കുന്നു. ഇതെല്ലാം പരിഗണനാ വിഷയമായിക്കൊണ്ട് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി എന്ന ആരോപണം, വോട്ട് അധികാർ യാത്ര നടത്തി ചോരി കിയ എന്ന് പറയുന്ന വോട്ടുകൾ എവിടെ നിന്നുമാണ് നഷ്ടപ്പെട്ടത്? ദളിതർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ, അതുപോലെ അതീവ പിന്നാക്കക്കാർ, അതിൽ മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള മറ്റെല്ലാ വിഭാഗങ്ങളും പരമ്പരാഗതമായി NDAയുടെ കൂടെയാണ്. അവരെ കൂടെ നിർത്താൻ NDA കഴിയുന്നു. അപ്പോൾ വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ 65 ലക്ഷം പേരുടെ വോട്ടുകൾ വിട്ടുനിർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ മുന്നണിയുടെ മാത്രം വോട്ടുകളാണോ നഷ്ടപ്പെട്ടത്? അതോ NDA മുന്നണിയുടെയും ഇന്ത്യ മുന്നണിയുടെയും വോട്ട് certain ശതമാന കണക്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ? കൃത്യമായ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളാണ് ശ്രീ രാഹുൽ ഗാന്ധി ചോദിച്ചത്. ഒരുപക്ഷെ അതുകൊണ്ടാവാം ബീഹാർ ജനത ആ ഒരു ആരോപണങ്ങളോട് മുഖം തിരിഞ്ഞ് നിന്നത്. അതുകൊണ്ടാകാം. അതുകൊണ്ട് ആ ആരോപണങ്ങൾ, പ്രതിപക്ഷം ഉയർത്തിയ പൊളിറ്റിക്കൽ പ്ലാങ്ക് അല്ലെങ്കിൽ വോട്ട് ചോരി എന്ന ആരോപണം ജനം പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തില്ല. അതേസമയം ഭരണപക്ഷം ഉയർത്തിയ എല്ലാ അജണ്ടകളും ജനം സ്ഥിരീകരിക്കുകയും ശരിവെക്കുകയും ചെയ്തു. അതുകൊണ്ടാണ്
കട്ടിംഗ് അക്രോസ് ഓൾ ഫ്രോണ്ടിയേഴ്സ് ഇൻ ബീഹാറിൽ 6 പ്രധാനപ്പെട്ട മേഖലകളാണുള്ളത്. ഉത്തർപ്രദേശിനോട് ചേർന്നുള്ള 2 മേഖലകൾ, അതിൽ മഗധ മേഖല, അവിടെ മഹാഭൂരിപക്ഷം സീറ്റുകളും ഇപ്രാവശ്യം ഇന്ത്യ മുന്നണിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല എന്ന് ഓർക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കിയ ഒരു മേഖലയാണ്. അതുപോലെ ഭോജ്പൂർ മേഖല, അതും ഉത്തർപ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന ബീഹാറിൻ്റെ പടിഞ്ഞാറൻ മേഖലയാണ്. ആ മേഖലയിലും കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ മുന്നണിക്കുണ്ടായിരുന്ന മേൽക്കൈ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നത് പോകട്ടെ, വളരെ താഴേക്ക് പോയി. ഇനി എന്തിന് സീമാഞ്ചൽ എന്ന് പറയുന്ന ബീഹാറിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ പരമ്പരാഗതമായി ഇന്ത്യ മുന്നണിക്ക് കാര്യമായ വേരോട്ടമുള്ളതാണ്. RJDക്കും കോൺഗ്രസിനും എല്ലാം വേരോട്ടമുള്ള സീമാഞ്ചൽ മേഖലയിലെ 30 സീറ്റുകളിൽ മഹാഭൂരിപക്ഷം, കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത്, ഇപ്രാവശ്യം അതിനേക്കാൾ താഴെ പോയിരിക്കുന്നു. അവിടെയാണ് അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയുടെ വോട്ട് കട്ടേഴ്സായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവാം എന്ന നിഗമനം. നോക്കൂ, ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികളുടെ ഒരു ടാലി നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് 62 സീറ്റിൽ മത്സരിച്ച് കേവലം 4 സീറ്റിലേക്ക് ഒതുങ്ങുകയാണ്. അതായത് 61 സീറ്റിൽ നിന്നും 4 സീറ്റിലേക്ക് വിജയം ഒതുങ്ങുകയാണ്. അതിനർത്ഥം എന്താണ്? 10% താഴെ സ്ട്രൈക്ക് റേറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത്. RJDയുടെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സ്ട്രൈക്ക് റേറ്റാണ്. RJD 144 സീറ്റിൽ മത്സരിച്ച് 20 സീറ്റിലേക്ക് ജയിക്കുന്നു. 18% വോട്ട്, 18% സ്ട്രൈക്ക് റേറ്റ്, 16% സ്ട്രൈക്ക് റേറ്റാണ് RJDക്ക്. അതിനേക്കാൾ മെച്ചമാണ് അസദുദ്ദീൻ ഒവൈസി. 38 സീറ്റോളം മത്സരിച്ച് 6 സീറ്റിൽ അസദുദ്ദീൻ ഒവൈസിയുടെ MIM മുന്നിട്ട് നിൽക്കുന്നു. ഒരു പരിധിവരെ വാദത്തിന് വേണ്ടി അംഗീകരിക്കാം, MIM പിടിച്ച വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് സ്വാഭാവികമായി RJDക്കും കോൺഗ്രസിനും ലഭിക്കേണ്ട വോട്ടുകളാണ് എന്ന് തീരുമാനിക്കാം. പക്ഷേ MIM എല്ലായിടത്തും മത്സരിച്ചില്ല. അത് ഇപ്പോൾ ഈ പറയുന്ന കിഴക്കൻ മേഖലയിലെ സീമാഞ്ചലിലാണ് മത്സരിച്ചത്. അപ്പം മറ്റ് പാർട്ടികൾക്ക് എന്ത് സംഭവിച്ചു? ഇന്ത്യ മുന്നണിയിലെ ഇടതുകക്ഷികൾക്ക് 2-3 സീറ്റാണ് ലഭിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം 12 സീറ്റുകൾ ലഭിച്ച ഈ ചെങ്കോട്ട എന്നൊക്കെ, ചുവപ്പ് കോട്ട എന്നൊക്കെ പറയാവുന്ന CPI-MLൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ CPI-ML വളരെ പിന്നോട്ട് പോയി. കഴിഞ്ഞ പ്രാവശ്യം 12, ഇപ്രാവശ്യം 2 സീറ്റിൽ മാത്രമാണ് CPI മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത്. CPIക്കും CPM-നും അക്കൗണ്ട് തുറക്കാനാകുമോ എന്ന ഒരു സംശയമുണ്ട്. ഒരു സീറ്റാണ് ഇപ്പോൾ പറയുന്നത് ഏതോ ഒരു പാർട്ടിക്ക്. അതുപോലെ ഈ ഒരു പാർട്ടി മുകേഷ് സാഹ്നിയുടെ പാർട്ടി, ഈ VIP എന്ന് പറയുന്ന വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയെ പുതുതായി, മല്ല സമുദായക്കാരുടെ പാർട്ടിയെ പുതുതായി ഇന്ത്യ മുന്നണിയിൽ ചേർത്തു, മഹാഗഠബന്ധൻ്റെ ഭാഗമാക്കി. സ്ട്രൈക്ക് റേറ്റ് 0ആണ്. ഒരു സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. 15 സീറ്റിൽ മത്സരിച്ച് ഒരു സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. മറുവശത്ത് NDAയിൽ നോക്കൂ, സ്ട്രൈക്ക് റേറ്റ്, ഗംഭീരമായ സ്ട്രൈക്ക് റേറ്റ് സംഭവിച്ചിരിക്കുന്നു. 101 സീറ്റിൽ വീതം മത്സരിച്ച് JDUവും BJPയും നല്ല പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. 101 സീറ്റിൽ നിന്നും 90 സീറ്റിലേക്ക് BJP വളർന്നിരിക്കുന്നു. 90% പ്ലസ് സ്ട്രൈക്ക് റേറ്റ്, അതുപോലെ 86% പ്ലസ് സ്ട്രൈക്ക് റേറ്റ് JDUവിന് ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം BJPയും JDUവും തമ്മിൽ വേണ്ട ഒത്തിണക്കം ഉണ്ടായിരുന്നില്ല.